നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. കർക്കടകൻ രാശിക്കാരുടെ 2025 സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി. സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളായ ഗുരു, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. കൂടാതെ മറ്റ് ഗ്രഹങ്ങൾ ചാരവശാൽ ചെറിയ കാലയളവിൽ രാശിമാറ്റം നടത്തുകയും ചെയ്യും. അവയുടെ ഗുണദോഷ ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാപകാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. 2025 മെയ് 14 വരെ സർവേശ്വരകാരകനായ ഗുരു കർക്കടകൻ രാശിയുടെ 11ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലാഭത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഭാവമായ 11ാം ഭാവത്തിലൂടെ ഗുരു സഞ്ചരിക്കുമ്പോൾ സ്ഥാനമാന ലാഭങ്ങളും പലതരത്തിലുള്ള വരുമാനവും കാര്യങ്ങളിൽ വിജയവും സന്തോഷവും ഔദ്യോഗിക രംഗത്തെ ഉയർച്ചയും അംഗീകാരങ്ങളും ശത്രുഹാനിയുമാണ് ഉണ്ടാകുന്നത്. ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ വിജയമാണ് ഈ സമയത്ത് കിട്ടുക. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലികൾ ലഭിക്കും. എന്നാൽ 2025 മെയ് 14 ഗുരു കർക്കടകത്തിൻ്റെ വ്യയസ്ഥാനമായ 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. നല്ല കാര്യങ്ങൾക്കായി ധാരാളം ചിലവുകൾ ഉണ്ടാകും. കുട്ടികളുടെ പഠനം, വിവാഹം, ഭൂമി വാങ്ങൽ, വീട് വയ്പ് എന്നിവയ്ക്കാണ് പണച്ചിലവുകൾ ഉണ്ടാകുക. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചിലവുകൾ ശ്രദ്ധിക്കണം. വർഷത്തിൻ്റെ പകുതി സമയവും ഗുരു 11ാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യും. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അടുത്തതായി ശനി കർക്കടകൻ രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 5 വർഷമായി ശനി കർക്കടകൻ രാശിയുടെ 7-8 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിവാഹം, ഭാര്യ, ഭർത്താവ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ 7ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായി. കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയും കലഹങ്ങളും ഉണ്ടായി. വ്യാപാരത്തിൽ നഷ്ടമുണ്ടായി. എന്നാൽ ആയുസ്സിൻ്റെ ഭാവമായ 8ാം ഭാവത്തിലൂടെയാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗദുരിതങ്ങളും ആപത്തുകളും മാനഹാനിയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 11ലെ ഗുരു ഈ ദോഷങ്ങളെയെല്ലാം ഹനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 29 ശനി കർക്കടകത്തിൻ്റെ ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ഭാഗ്യത്തിൻ്റെയും ഗുരുക്കന്മാരുടെയും അച്ഛൻ്റെയും ഭാവത്തെ സൂചിപ്പിക്കുന്ന 9ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഏത് കാര്യങ്ങൾക്കും ദൈവാധീനമുണ്ടാകും. പിതാവിൻ്റെ സ്നേഹം, കുടുംബത്തിൽ സന്തോഷം, മനഃശാന്തി എന്നിവയുണ്ടാകും. മറ്റുള്ളവരോട് സ്നേഹവും ദയവും കൂടുതലായി ഉണ്ടാകും. ആത്മീയതയിലേക്ക് താല്പര്യം തോന്നുന്ന സമയം ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കാൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രാഹു നിലവിൽ കർക്കടകക്കാരുടെ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹുവിന് 9ാം ഭാവം പ്രതികൂല ഭാവമാണ്. ദൈവാധീനം കുറയും. ഈ സമയത്ത് പിതൃക്കളുടെ പ്രീതി ലഭിക്കുകയില്ല. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും. രോഗങ്ങൾ, പരാജയം എന്നിവയാണ് 9ലെ രാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ. എന്നാൽ 2025 മെയ് 18 രാഹു തൻ്റെ 8ാം ഭാവമായ കുംഭൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. 8ാം ഭാവം രാഹുവിന് അനുകൂല ഭാവമല്ല. ശാരീരിക ക്ലേശങ്ങളും ആരോഗ്യഹാനിയുമാണ് ഉണ്ടാകുന്നത്. അടുത്തതായി കേതു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കർക്കടകത്തിൻ്റെ 3ാം ഭാവമായ കന്നിയിലാണ്. ധൈര്യത്തിൻ്റെയും സഹായത്തിൻ്റെയും സാഹസികതയുടെയും ഭാവമായ 3ാം ഭാവം കേതുവിന് അനുകൂല ഭാവമാണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകും. ഉത്സാഹവും മനോധൈര്യവും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. എന്നാൽ 2025 മെയ് 18 കേതു കർക്കടകൻ രാശിയുടെ ധനസ്ഥാനവും വാഗ്സ്ഥാനവുമായ 2ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ധനത്തിന് ചിലവ് വരും. സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അനാവശ്യ സംസാരം ഉണ്ടായാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതുമതി. മുകളിൽ പറഞ്ഞ ഫലങ്ങൾ കൂടാതെ കർക്കടകൻ രാശിയിൽ ജനിച്ച
കുട്ടികളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. 2025 മെയ് 14 വരെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ മെച്ചമായി മുന്നോട്ട് പോകും. മെയ് മാസത്തിന് മുൻപ് തന്നെ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികൾ ശ്രമിക്കണം. 5-ാം ഭാവാധിപൻ രാശി മാറി മാറി സഞ്ചരിക്കുന്നതുകൊണ്ട് മനസ്സിന് ആദ്യ മാസങ്ങളിൽ ഒരു ചാഞ്ചല്യമുണ്ടാകും. കൂടാതെ 2025 മെയ് 18 കേതു 2-ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ദേവീക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തണം. ഗണപതി ഹോമം നടത്തണം. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജൂൺ 7 വരെ ആരോഗ്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നേത്രരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. വർഷാവസാനം ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. വിവാഹം മെയ് 14 വരെ നല്ല വിവാഹങ്ങൾ വരികയും അത് നടക്കാനുള്ള സാധ്യതയും കാണുന്നു. പരിഹാരങ്ങൾക്കായി ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്തണം. ഇനി കർമ്മരംഗം മെയ് ആദ്യവാരം വരെ ഔദ്യോഗിക രംഗത്ത് വലിയ പദവികൾ ലഭിക്കും. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ സമയമാണപ്പോൾ. അത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വലുതായി ഉണ്ടാവുകയില്ല. പക്ഷേ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് മെയ് മാസത്തിന് മുമ്പ് തന്നെ ആയിരിക്കണം. പ്രണയിക്കുന്നവർക്ക് സമയം വർഷത്തിൻ്റെ 2-ാം പകുതിയായിരിക്കും മെച്ചം. ദമ്പതികൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഒന്നിച്ച് താമസിക്കാനുള്ള അവസരമുണ്ടാകും. മെയ് മാസം വരെ ധനവരവ് കൂടുതലായിരിക്കും. അതിനുശേഷം ചിലവുകളും ഉണ്ടാകും. പൊതുവെ ഗുരു മെയ് 14 വരെ അനുകൂലമാണ്. ശനി മാർച്ച് 29 ശേഷം അനുകൂലമാണ്. കേതു മെയ് 18 ശേഷം പ്രതികൂലമാണ്. രാഹു വർഷം മുഴുവനും പ്രതികൂലനാണ്. ആയതിനാൽ മെയ് 14 ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി പാൽപ്പായസം നടത്തണം. രാഹുകേതുക്കൾക്ക് പ്രീതി വരുത്താൻ നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തണം. എല്ലാ മാസവും നടത്തണം. കർക്കിടക രാശിക്കാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.